അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് എടപ്പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എടപ്പള്ളി പള്ളിയിൽ പോയിട്ട് ചിക്കൻ കറി വെക്കുന്ന ഒരു പരിപാടിയില്ലേ നമ്മൾ നേർച്ചയൊക്കെ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി അങ്ങനെ പോയിട്ട് നേർച്ചയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകാൻ ഓർത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എടപ്പള്ളി പള്ളിയിലെ നേർച്ച വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ, ഫാമിലി മൊത്തം എല്ലാവരും കൂടി പോകാമെന്നാണ് ഓർത്തേക്കണത്. അവരൊക്കെ ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മളും ഇവിടെ ഞങ്ങൾ കയറിപ്പോവും. ഇത് ചേച്ചി കാർക്കായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇവിടുന്ന് അവരെ കൂടി കയറിപ്പോവും. പിന്നെ എടപ്പള്ളി പള്ളിയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും ബാക്കി അങ്ങോട്ട്. കുറേ ദിവസമായില്ല എല്ലാവരെയൊക്കെ കണ്ടിട്ട്. എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സമയവും കിട്ടണില്ല, മടിയും. ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂട്. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ പിടിച്ചു തരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സഹായമാണ്. ഇതിപ്പോൾ ആരുമില്ല, ഒറ്റക്കന്നെ എല്ലാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും കാര്യമില്ല. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വേഗം വരാമെന്ന് ഓർത്തു. ഇന്ന് ഓഫീസിൽ പോയിട്ട് ഞാൻ നേരത്തെ വന്നിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പോകണം. അവരിപ്പോൾ വരും. 6:30 ആകുമ്പോൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 7 മണിയോടുകൂടിയൊക്കെ എടപ്പള്ളി പള്ളിയിലെത്തും. എന്നിട്ട് നമ്മൾ നാടൻ കോഴിനെയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ വെച്ചിട്ട് കറിയൊക്കെ വെക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അത് ഞങ്ങളുടെ എടപ്പള്ളി പള്ളിയിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ മറിച്ച് നിർത്തിയേക്കണാണ്. അതേ പുല്ല് പറിക്കണം പോയിക്കൊണ്ട്. ഇതാണ് ഇങ്ങനത്തെയൊക്കെ പണികളൊക്കെയാണ് മിക്കുൻ്റെ കയ്യിൽ. കണ്ട അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ വഴിയുടെ അങ്ങോട്ട് ചെന്ന് നിൽക്കാന്ന് ഓർത്തിട്ട് ഇനിയിപ്പോൾ സമയം നമ്മളായിട്ട് ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും മിക്കും കൂടി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ടാ. നമ്മൾ ഈ കപ്പേളപ്പടിക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മെയിൻ റോഡ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോൻ വന്നിട്ട് നമ്മളതേ കൂട്ടിയിട്ട് പോന്നു. പിന്നെ പോഞ്ഞ വഴി അമ്മച്ചിനെയും അനിയത്തിനെയും കൂട്ടിയിട്ടാ. ഇനിയിപ്പോൾ ചട്ടിയും കല്ലും വട്ടിയും ഒക്കെ സാധനങ്ങൾ എടുക്കണം, പായ എടുക്കണം, അങ്ങനെ ഞാൻ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തീരെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അപ്പച്ചൻ്റെ കൂട്ടുകാരൊക്കെ പോകുമ്പോൾ ആ സമയത്തൊക്കെയാണ് അപ്പച്ചൻ്റെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. നേർച്ചക്കോഴികൾ ഉണ്ട് കേട്ടോ. അപ്പം നേർച്ചക്കോഴികൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ കോഴിക്കറി വെക്കും. പല പല നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ് കേട്ടോ ഇവിടെ വന്ന് കോഴിക്കറി വെക്കണത്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ പാമ്പിൻ്റെയൊക്കെ ശല്യം കൊണ്ടൊക്കെ നേർച്ചയൊക്കെ നേരാറുണ്ട്, പാമ്പിൻ്റെ ശല്യം ഇല്ലാണ്ടിരിക്കാൻ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ചയും കാര്യങ്ങളും. അപ്പോൾ ഈ കോഴി ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേർച്ചയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അവിടെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് വട്ടം വളഞ്ഞ് കഴിക്കും. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ അടുപ്പ് കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ കോഴിനെയൊക്കെ അറുത്ത് നന്നാക്കി ഇവിടെ തന്നെ ഇട്ടിട്ട് അറുത്ത് നന്നാക്കി നമ്മ ക്ലീൻ ചെയ്ത് ഇതേപോലെയൊക്കെ കരിയിച്ചൊക്കെ എടുത്ത് ഒക്കെ വേണം. എനിക്ക് ഇതൊന്നും അത്ര വലിയ നിശ്ചയമില്ലായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് പറയാലാം. പിന്നെ ഒരു നേർച്ച വഴിക്കണ പോലെയല്ലേ നമ്മ ചെയ്യണോണ്ട് അങ്ങനെ ഞാൻ വിചാരിക്കേണ്ട അങ്ങോട്ട് നിന്നിട്ടാ. നമ്മ ഭയങ്കര ടപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതൊന്നും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മ ബാഗ് ഇട്ട് ഇങ്ങനെ നടക്കണം. അപ്പോഴാണ് ഈ കോഴിയുടെ കൂട് വരയ്ക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ അവിടെ തന്നെ താഴങ്ങാടി ഇരുന്ന് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചൂടുള്ളൊക്കെ ചൂടാക്കിയിട്ട് നമ്മുടെ കോഴിയുടെ പൂടയും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കേണ്ടാവും. ആസ്പെറ്റോസിന്റെ ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ 3-4-5 ഇതുപോലെ ഇവിടെ പന്തലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിലാണ് ഈ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുപ്പം കെട്ടിയിട്ട് ഒരു സൈഡിൽ കൂടി പോകും, ഒരു സൈഡിൽ കൂടി ചൂട്, എല്ലാം കൊണ്ടും നല്ല അടിപൊളി അന്തരീക്ഷം വരുന്നിട്ട് ഇന്നലെ അമ്മച്ചിനെ ഞങ്ങൾ സൈഡിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഉള്ളിയും വെളുത്തുള്ളി സവാളയൊക്കെ അവിടെ വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും എല്ലാ സൈഡിലും പൂട് പറിക്കലും കോഴിനറക്കലും ഇതൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പുറത്ത് വേറൊരു സ്റ്റൈലിലാണ്ട് കോഴിക്കറി ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇതൊക്കെ ഒന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഓരോന്നും പിടിച്ചത് കേട്ടോ. ഇവര് സവാളയൊക്കെ നേരെ സാധനങ്ങളൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് തിരുമിയിട്ടാണ് നേരെ ചിക്കനൊക്കെ ചേർത്ത്
ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് നമ്മ കട്ടിംഗ് ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ പാചകപ്പുരയിലോട്ട് നുഴഞ്ഞ് കേറി അവരുടെ കട്ടിംഗ് ടേബിളിലൊക്കെ ചോദിച്ച് പതുക്കെ ന്യൂട്രല് വാങ്ങിച്ച് നമ്മള് സവാള അവിടെ നൈസായിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ ട്ടോ. നമ്മ കട്ടിംഗ് ടേബിൾ എടുക്കാൻ മറന്നുപോയി, ചോപ്പർ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ പറഞ്ഞ പണി പറഞ്ഞ നേരം കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് പോരാ. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് ട്ടോ. ഇവിടെ അപ്പുറത്തെ അടുപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മ ഇപ്പുറത്തോട്ട് വയ്ക്കും. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് പോരായ്മയുള്ളത് അപ്പുറത്തുനിന്ന് വാങ്ങിക്കും, അപ്പുറത്ത് പോരായ്മയുള്ളത് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പാചകം ചെയ്യണം. പിന്നെ അപ്പുറത്തൊക്കെ പോയി കറിയൊക്കെ വാങ്ങിക്കും. നമ്മൾ വെന്തിട്ടില്ല, നമ്മുടെ കറി വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കറിയൊക്കെ പോയി നമുക്ക് തരും ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ നേർച്ചയുള്ള. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പ് കണ്ടുപിടിപ്പിക്കുക. അടപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്ടോ. അപ്പൊ അടപ്പ് ഓരോ പേരുണ്ടാക്കിയിട്ട് ഒഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ആ അടപ്പ് അവിടെ കത്തണുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേഗം നമ്മളുടെ ചട്ടി അവിടെ വെച്ചിട്ട് ഉരുളി വെച്ച് നമ്മൾ ആ സ്ഥാനം ഉറപ്പിക്കണം. അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഇത്. നമ്മളപ്പോ ഇങ്ങനെ അന്വേഷിച്ച് ലക്ഷ്യം വെച്ച് നോക്കി നടന്ന് നടന്ന് ഒരു അടപ്പ് ഒഴിഞ്ഞ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും വേഗം ഉരുളി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ സ്ഥാനം ഉറപ്പിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇരിക്കേണ്ട. മൊത്തം ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെലും തിരക്ക് കൂടുതലാണെന്നാണ് പറയണത്. ഇവരൊക്കെ കഴിഞ്ഞ കൊല്ലവും വന്ന് കറിയൊക്കെ വെച്ചതാട്ടെ, എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ തകൃതിയായിട്ട് എല്ലായിടത്തും കോഴിക്കറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോഴി ഇങ്ങനെ വെന്ത് വഞ്ഞ മണവും അതൊരു സൈഡിൽ കൂടി ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് എല്ലായിടത്തും മൊത്തത്തില്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സംഭവം അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടപ്പ ഞാൻ പോയത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ട് എന്താ സംഭവം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം വഞ്ഞില്ല എന്ന് പറഞ്ഞതാണ് ട്ടാ. മൂത്ത ചേച്ചിയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ വന്നതെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നിട്ടാ. അങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവന്നത്. പക്ഷെ മിക്കുവിനൊക്കെ ചൂടും പുകയൊക്കെ അങ്ങോട്ട് ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൊച്ചൊട്ടും വയ്യാണ്ടായി പോയിട്ട് തളർന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അടുപ്പിൻ്റെ അരിയത്തുനിന്നൊക്കെ മാറി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ച് ബസ്സിന് പോകാനുള്ള പൈസ എത്ര ഉണ്ടെങ്കിൽ തരാൻ പറയായിരുന്നിട്ട് ആ ബസ് കയറി പോയിക്കോളാന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് അത്രയും പറ്റാണ്ടായി പോയി. അങ്ങനെ നമ്മ പറഞ്ഞ നേരം കൊണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളതൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുക്കണ്ടിട്ടാ. ഈ സവാളയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചിലവരൊക്കെ നന്നാക്കി കൊണ്ടുവരും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ വന്നിരുന്ന് സവാളയൊക്കെ തൊണ്ടളഞ്ഞ് പച്ചവളം എല്ലാം ഇവിടെ തന്നെ വന്ന് വൃത്തിയാക്കി കോഴിനൊക്കെ ഇവിടെ വെച്ച് ഞറുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തൂവലൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് കോഴിക്കറി ഉണ്ടാക്കണം. ശരിക്കും ഇവിടുത്തെ വലിയ ഒരു ചെയ്യേണ്ടത്. ചിലവരൊക്കെ എളുപ്പപ്പണിക്ക് വീട്ടിൽ നിന്ന് എല്ലാം റെഡിയാക്കിയൊക്കെ വരും. ഇത്രയും ചൂടാസഹ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാവർക്കും എൻ്റെ വക ഐസ്ക്രീം വാങ്ങിച്ചെടുക്കാന്ന്. അങ്ങനെ നമ്മ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുണ്ട്. അപ്പൊ ഞാൻ മിക്കുനോട് ചോദിച്ചാൽ അടുത്ത കൊല്ലം നീ വഞ്ഞണ്ടാന്ന് വെച്ചപ്പോ പറഞ്ഞു ഇനി ഞാൻ ഈ ഏഴാലത്ത് ഈ വഴിക്ക് വരാനില്ല എന്നാണ് മിക്കുവിന്റെ പ്രഖ്യാപനം. മിക്കുവിന് മതിയായിട്ടാ. മിക്കുവിന് അങ്ങനെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ ആവശ്യതയെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ചൂടിന് ഒരു 5 മിനിറ്റത്തെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നിട്ട് ഈ ഐസ്ക്രീം കഴിക്കണം നേരത്ത്. പറഞ്ഞ നേരം കൊണ്ട് ഐസ്ക്രീം ഒക്കെ വേഗം മെൽറ്റായി പോയണ്ട. കാര്യം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചൂടല്ലേ. ഷീറ്റ് ഇട്ടിട്ടുണ്ടാ മുകളിൽ. മഴയൊക്കെ പെട്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴി ചിക്കൻ കറിയും കൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും ഷീറ്റ് കൂടാരങ്ങളാണ് കേട്ടോ. അതിന്റെ കൂടിന്റെ അടിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നിട്ടാ. ഭയങ്കര തിക്കും തിരക്കും ബഹളവും ഒന്നും പറയണ്ട. വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഒഴിച്ച് ബാക്കിയൊക്കെ സെറ്റാണ് ട്ടാ. വെള്ളം കുറച്ച് ഉള്ളു, പൈപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ കഴുകാൻ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം വെള്ളമൊക്കെ പിടിച്ചോണ്ട് വരാൻ. വെള്ളമൊക്കെ കിട്ടി കരുതിയിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട് ട്ടോ. പക്ഷെ പാർക്കിംഗ് ഒക്കെ ഇട്ടഴിഞ്ഞിട്ട് ഈ വെള്ളവും ചുമന്ന് നമ്മൾ ഈ അടപ്പിന്റെ അരി കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പൊ ചിലവരൊക്കെ വെള്ളം ക്യാനിലൊക്കെ കരുതിയിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ ഈ ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് രണ്ടാമത്തെ ചേച്ചി നാടൻ മുട്ട പുഴുങ്ങിയതും വെജിറ്റബിളൊക്കെ അരിഞ്ഞ് അവൾക്കിടെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ. അങ്ങനെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങള് നാടൻ കോഴിയുടെ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ഷീണവും തളർച്ചയൊക്കെ ഒന്ന് പോയി നമ്മളൊക്കെ എല്ലാവരും ഒന്ന് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുട്ട പുഴുങ്ങി കൊണ്ടുവന്നേക്കണം കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് മുട്ടക്ക് ഒരു ക്ഷാമവും ഇല്ല. എപ്പം നോക്കിയാലും ഇഷ്ടംപോലെ കോഴിമുട്ടകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും കോഴിമുട്ട വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കോഴിമുട്ട ഞാൻ കണ്ടിട്ട് അരിയത്തിരിക്കുന്ന ചേട്ടന്മാരും അപ്പുറത്തൊക്കെ കോഴിക്കറി ഉണ്ടാക്കാൻ വന്നേക്കണവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കുള്ള കോഴിമുട്ട ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. നമുക്ക് കൊള്ള കോഴിമുട്ടയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മ കോഴിമുട്ടയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ട. പള്ളി ഇവിടുന്ന് മാറി റോഡിന്റെ ഒക്കെ അപ്പുറത്തോട്ട് കടന്നിട്ട് വേണം കേട്ടോ ഈ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വലിയൊരു ഭാഗത്ത്
ഇങ്ങനെ ബാരിക്കേഡൊക്കെ കിട്ടി സെറ്റ് ചെയ്തേക്കണ ഒരു കോമ്പൗണ്ട് മുഴുവൻ ഇങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരൊക്കെ മുട്ട കഴിച്ചോണ്ടിരിക്കണം. അപ്പൊ എനിക്കുള്ള മുട്ടയും കൈ കിട്ടിയിട്ടുണ്ട് ട്ടോ. അപ്പൊ ഞാനും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തെ കോഴിക്കറി കണ്ടി കാണുന്നത്. ഇവിടെയൊക്കെ നല്ല ചുമന്ന കോഴിക്കറി, അപ്പുറത്ത് മഞ്ഞ കോഴിക്കറി, ഇപ്പുറത്ത് അടപ്പ് കയറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പുറത്തേക്ക് ഇങ്ങനെ അടപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ എല്ലായിടത്തും മൊത്തം ചിക്കൻ കറിയുടെ മണമാണ് ട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല്. ചിക്കൻ കറിയുടെ അപ്പൊ എനിക്കുള്ള മുട്ടയും കൈ കിട്ടി. അപ്പൊ ഞാൻ അത് സൈഡിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കേണ്ട. എന്തായാലും ഇത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആരൊക്കെ പോയി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടപ്പള്ളിയിൽ പോയി ചിക്കൻ കറിയൊക്കെ വെച്ചേക്കണവരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കറിയാം എല്ലാവരൊക്കെ പോയി എന്നുള്ളത്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം നല്ല സെറ്റായിട്ട് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് വാരിയൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് വേവിക്കാൻ. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കട്ടെ വേഗം. പിന്നെ നല്ല കനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാട്ടാ. പക്ഷെ നമ്മ വിറകൊന്നും കൊണ്ടുവരാണ്ട് ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിള്ളേരെ സെറ്റൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് വിറക് വെച്ചിട്ടുണ്ട് നമ്മ കോഴിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ പിള്ളേരുടെ ഒന്നും എന്തെങ്കിലും ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് അവർക്ക് വേപ്പിലിടാൻ വേണ്ടി കൊടുത്തു. അപ്പൊ വേപ്പിലയും ഇട്ട് ഇത് കള്ളൊന്നല്ലിട്ട് ഒഴിക്കണത്. ഒരു കുപ്പി തേങ്ങാപ്പാലൊക്കെ ഇട്ടണം. വന്ന തേങ്ങയൊക്കെ വീട്ടിൽ തന്നെ അടിച്ച് വിഴുങ്ങി കുപ്പിയിലാക്കി തേങ്ങാപ്പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ല. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ മെയിൻ കോക്കി. എൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ, മിതു. അപ്പൊ ചേച്ചിയാണ് മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചേച്ചി തന്നെ ആയിരിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുത്തേക്കാണ്. ഉപ്പും മുളകും ഇതൊക്കെ കറക്റ്റ് പാകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. നമ്മുടെ കറി ഏകദേശമൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിനിയിപ്പോൾ താഴോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി വട്ടം വളഞ്ഞിരുന്ന് കഴിക്കും. വട്ടം വളഞ്ഞിരുന്ന് കഴിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടിയൊക്കെ കഴിച്ച് ഈ നമ്മളിങ്ങനെ ഈ കോഴി വേഗണ ഒരു ടൈമില് അപ്പുറത്തുള്ളവരുടെയൊക്കെ ഇത് കോഴിക്കറി വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ ചെന്നാണ് ചിലവരെ അവര് നമുക്ക് പാത്രത്തിലാക്കിയിട്ട് ഇപ്പുറത്തോട്ട് തരും കേട്ടോ. നേർച്ചയാണല്ലേ, നേർച്ചക്കോഴിയല്ലേ. അപ്പൊ എല്ലാവരും അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കണം. അപ്പൊ നമ്മുടെ കറി വേഗണേ മുന്നേ അപ്പുറത്തെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കിട്ടി. അപ്പൊ ചേട്ടൻ അതൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് അത് ആദ്യം കഴിച്ച് പിന്നെ ദേ നമ്മളെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കാൻ എല്ലാവരുടെ ഒപ്പം ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കണേന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും കൃത്യമായിട്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഏകദേശം ഒരു 11 മണി 11:30 വരെയൊക്കെ സമ്മതിക്കുള്ളൂ ഇവിടെ അടപ്പ് കെട്ടി ഇങ്ങനെ കോഴിക്കറി ഉണ്ടാക്കാനായിട്ട്. അതിനുള്ളിൽ ഇവിടെ നിന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞ് വിട്ടു. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തേക്കണോടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ഈ ചട്ടിയും വട്ടിയും എല്ലാം അകത്ത് കയറ്റിയിട്ട് പോകാൻ. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ഇടവഴി ഉണ്ടിട്ട് ഈ ഇടവഴി കൂടി നേരെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പള്ളി ഇതേ കണ്ട പള്ളി നമുക്ക് നേരെ കാണാൻ പറ്റും. ആ പള്ളിയുടെ അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ പുണ്യാളനൊന്ന് കണ്ടിട്ട് നേർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ഇവിടെ പെട്ടിക്കടയും കാര്യങ്ങളൊക്കെ ഈ എടപ്പള്ളി പള്ളിയുടെ ഉള്ളിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണം. അപ്പൊ അതൊക്കെ അങ്ങനെ കണ്ട് പിന്നെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി. അപ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റോട്ടെ ഈ ഒരു സമയത്ത് ഇവിടെ വരുമ്പോ. അപ്പൊ പ്രിയങ്ക സീരിയൽ അഡ്രസ് ഇല്ലേ, അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. വന്നപ്പോ തന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ആളെയൊക്കെ കണ്ട് ഞാനും ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറെ പെട്ടിക്കടയിലൊക്കെ കയറി. അങ്ങനത്തെ നമ്മൾ വരേണ്ട. പണ്ടൊക്കെ ഞാൻ ഇവിടെ വരും എടപ്പള്ളിയിൽ വള്ളിയിൽ വരുമ്പോ അപ്പച്ചൻ പണ്ട് കുഞ്ഞിലേക്ക് കൊണ്ടുവരും ഇതേപോലെ കോഴിക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കോഴിക്കറി വണ്ടി കയറ്റിയിട്ട് ആലുവ മണപ്പുറത്ത് പോകട്ട. അവിടെ കൊണ്ടുപോയി ഇറങ്ങി വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആലുവ മണപ്പുറത്ത് കുളിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോരും. അങ്ങനെയാണ് പണ്ടൊക്കെ. അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അങ്ങനെ വന്ന് പുണ്യാളനെ നേർച്ചയൊക്കെ ഇട്ട് പുണ്യാളൻ്റെ അവിടെ പ്രാർത്ഥനയൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണം. എടപ്പള്ളി പള്ളിയുടെ പുതിയ പള്ളിയാണ് കാണുന്നത്. സംഭവം കാണാൻ തന്നെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ കുറെ നേരം പെട്ടിക്കടയിലൊക്കെ ഇങ്ങനെ തേരാപ്പാരയൊക്കെ ഇങ്ങനെ നടന്നിട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നൊന്നും വാങ്ങിച്ചില്ല. എല്ലാം ഇങ്ങനെ കണ്ടടന്ന് ഇങ്ങനെ എടുക്കണം. ഭയങ്കര മത്തുടിക്കുന്ന പോലത്തെ മണമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ കോഴിക്കറികൾ വെന്തുകൊണ്ട് ഇരിക്കണോണ്ട് തന്നെ ഭയങ്കര മണമുണ്ടാ. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പൊ ആ കിണറ്റിൽ നിന്ന് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാനൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്നും പോരാനിട്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിതപ്പും പണ്ടത്തെ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കാൻ പറ്റാത്ത കേട്ടോ, ഒന്നും തോന്നരുതേ. വന്ന പാടേ ഛർദിയൊക്കെ തുടങ്ങിയിട്ടോ മിക്കൂസ്. അങ്ങനെ നമ്മളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി.
അപ്പം നമ്മുടെ ചെറിയ വ്ളോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. 1 മണിയായി. രാവിലെ ഇനി ഇപ്പം തന്നെ എഴുന്നേറ്റിട്ടാണ് ഓഫീസിൽ പോവാൻ. അയ്യോ, അപ്പം ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ, ടാറ്റാ ബൈ ബൈ. ഇനി എല്ലാവരും ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് കിടന്നുറങ്ങാൻ പോണു. അപ്പോൾ ഗുഡ് നൈറ്റ് ചിൽഡ്രൻസ്. ഓക്കെ, ബൈ.